വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. പലപ്പോഴും ട്രസ്റ്റ് ഇഷ്യൂസിന്റെ കാര്യത്തില് പല ബന്ധങ്ങളും ആദ്യമൊക്കെ സോൾവ് ചെയ്തു പോകും. എല്ലാവരും കൂടെ പറഞ്ഞ് ഒരു മീഡിയേറ്ററിന്റെ സഹായത്തോടെ അല്ലെ സെൽഫായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കും. ആ സമയത്ത് നമ്മുടെ ഈ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത പാർട്ണർ വലിയ വാഗ്ദാനങ്ങളൊക്കെ തരും. എന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ്, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന വലിയ വാഗ്ദാനങ്ങളൊക്കെ തരും. ഏകദേശം ഒരാഴ്ച 2 ആഴ്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിൽ പോകും. പിന്നീട് നിങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് മാനസികമായിട്ട് പൊരുത്തപ്പെട്ട് വരികയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പഴയതുപോലെ ഇവരുടെ രീതികൾ മാറും. ആ സമയത്താണ് നിങ്ങൾ ഇമോഷണലി നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ട്രിഗർ ചെയ്യാൻ തുടങ്ങിയത്. ഓൾറെഡി ട്രസ്റ്റ് ഇഷ്യൂസ് കാണാൻ നിങ്ങളൊരു വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് ഒരു ചെറിയൊരു കാലയളവിലേക്ക് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം കാണിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയും നിങ്ങൾ ഇമോഷണലി വീക്ക് ആകുകയും ചെയ്യുന്നു. പല തെറാപ്പി കേസിലും നമ്മൾ ആദ്യം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഫോളോ അപ്പ് ചെയ്ത് ആദ്യം നിർദ്ദേശിക്കുന്നത്. അതായത് തുടക്ക സമയത്തിൽ ആവശ്യത്തിൽ പാർട്ണർ കൂടെ നിൽക്കുന്നതല്ല ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അവരെത്ര കണ്ട് ആ ലൈഫിലോട്ട് തിരികെ എത്തുന്നു അത്ര കണ്ട് ഇവരോടൊപ്പം അവർ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കൊടുക്കുന്നതാണ് ട്രസ്റ്റ് ഇഷ്യൂസിൽ ഓരോ പാർട്ണറും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.